ഹലോ, നമ്മളിന്നിപ്പോൾ ഇവിടെ ഗോവയിലാണ്. അടുത്ത 3 ദിവസം ഞാനിവിടെ ഗോവയിലുണ്ട്. ഇന്ന് വന്ന് ലാൻഡ് ചെയ്തേ ഉള്ളൂ ഗോവയിൽ. നേരെ വന്നു. ഇവിടെ അടുത്ത് തന്നെയാണ് ഐനോക്സ്. ഫിലിം ഫെസ്റ്റിവൽ നടക്കാൻ പോവുകയാണ് 28-ാം തീയതി വരെ. അപ്പോൾ അതിൻ്റെ പാസ്സൊക്കെ കളക്ട് ചെയ്തു. നാളെ മുതൽ നമ്മൾ അതിലേക്കും ഇറങ്ങുന്നുണ്ട്. കൂട്ടത്തിൽ ചുറ്റിക്കറങ്ങണം, എല്ലാം ഒന്ന് കാണണം. 2ാമത്തെ തവണയാണ് ഗോവയിൽ. ഇത്തവണ കുറച്ചുകൂടെ സമയമുണ്ട് സ്പെൻഡ് ചെയ്യാൻ. കഴിഞ്ഞ തവണ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളായിട്ടാണ് വന്നത്. ഇപ്രാവശ്യം 3 ദിവസമുണ്ട്, അത് വീക്കെൻഡുമാണ്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഐറ്റിനറിയിലെ മെയിൻ കാര്യം ഒന്നാണ് ഫിലിം ഫെസ്റ്റിവൽ കവർ ചെയ്യുന്നുള്ളത്. ലൈക്ക് റിയലി ഗുഡ് ഫിലിംസ് ബീങ് സ്ക്രീൻ. ആൻഡ് ഒന്ന് രണ്ട് മ്യൂസിയവും പ്ലാനുണ്ട്. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ഷോക്കേസസ് പോർച്ചുഗീസ് കൾച്ചർ, കുറച്ച് വാസ്കോ ഡ ഗാമയുടെ ഹിസ്റ്ററിയൊക്കെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് അടിപൊളി സാധനങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. 2-3 ഹുക്ക പ്ലേസസ് ആൻഡ് ഏഷ്യൻ റെസ്റ്റോറൻറ്റ്സ്, പിന്നെ കുറച്ച് പോർച്ചുഗീസ് ഫൈൻ ഡൈനൊക്കെ വരുന്ന വഴിക്ക് കണ്ടു. എല്ലാം നമ്മൾ കവർ ചെയ്യും. ഇന്ന് ഭയങ്കര യാത്രാക്ഷീണമുണ്ട്. ഇന്ന് നേരെ പോയി ഇവിടെ അടുത്ത് പഞ്ചിമൽ തന്നെയാണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തേക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫിലിം ഫെസ്റ്റിവലിലേക്ക് പോകുന്നു. ഇന്ന് ക്രാഷ് ചെയ്യാനാണ്. ഓക്കെ ഗൈസ്, ബൈ. നമസ്കാരം എല്ലാവർക്കും. നമ്മളിപ്പോൾ ഇവിടെ ഗോവയിലാണുള്ളത്. ഇന്നലെ എത്തി ഗോവയിൽ. വളരെ ഇംപ്രോംപ്റ്റു ആയിട്ടുള്ളൊരു പ്ലാനാണ്. വന്നു ഇവിടെ നമ്മൾ കലങ്കോട്ടിലാണ് നമ്മൾ സ്റ്റേ എടുത്തേക്കുന്നത്. ഏറ്റവും എക്സൈറ്റിംഗ് പാർട്ട് ഓഫ് ദിസ് ട്രിപ്പ് ഈസ് ദാറ്റ് നമ്മൾ ഫിലിം ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. ഗോവ ഫിലിം ഫെസ്റ്റിവൽ, വൺ ഓഫ് ദി മോസ്റ്റ് പ്രസ്റ്റീജിയസ് ഫിലിം ഫെസ്റ്റിവൽസ് ഇൻ ദ ഹോൾ കൺട്രി. അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ ഒരുപാട് സിനിമ കാണുന്ന ആളാണ്. സിനിമകൾ വളരെ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഗോവ ഒരു വണ്ടർഫുൾ ഡെസ്റ്റിനേഷനുമാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലൊരു ആക്ടിവിറ്റിയും കൂടെ ആഡ് ചെയ്യാൻ പറയുമെന്ന് പറഞ്ഞ് വളരെ വളരെ എക്സൈറ്റിംഗ് ആണ്. ഇപ്പോൾ രാവിലെ നമ്മുടെ എയർബിഎൻബിന്ന് എഴുന്നേറ്റു, നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. 2-3 കാര്യങ്ങളാണ് മെയിൻ. ആദ്യം ഭക്ഷണം കഴിക്കണം. വല്ലാതെ വിശക്കുന്നുണ്ട്. ഇന്നലെ ഭയങ്കര ടയർഡായിരുന്നു വന്ന് കിടന്നപ്പോൾ. ഇന്നിനിപ്പോൾ പോയി കഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു 9 ആകുമ്പോഴേക്കും സിനിമ സ്ക്രീൻ ചെയ്ത് തുടങ്ങുമെന്ന് തോന്നുന്നു. ഞാനാണെങ്കിൽ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇനി അവിടെ പോയിട്ട് ഡെയിലി പാസ് എടുത്തിട്ട് കയറാനാണ് ഉദ്ദേശിക്കുന്നത്. ദർ ആർ സം ബ്യൂട്ടിഫുൾ മൂവീസ് ബീങ് സ്ക്രീൻ. അപ്പം ഇപ്പോൾ നമ്മൾ മെയിൻ ജംഗ്ഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കലങ്കോട്ടിൻ്റെ. എന്ത് അടിപൊളി നെയ്ബർഹുഡാന്ന് നോക്കിയത്, ഒന്ന് ആലോചിച്ച് നോക്കിയത്. വെക്കേഷൻ അല്ലാതെ ഒരു ഡേ ടു ഡേ ബേസിസിൽ നമ്മളിവിടെ താമസിക്കുക എന്ന് പറഞ്ഞാൽ വെരി കാം, നോ നോയ്സ്, വെരി ബ്യൂട്ടിഫുൾ വെതർ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട്സും ഉണ്ട് കൂടെ. ദർ ഓൾസോ ഹ്യൂജ് ഫിലിം ബഫ്സ്. 2 പേര് എയർബിഎൻബിയിൽ കിടന്നുറങ്ങുകയാണ്. നമ്മളിവിടെ വിശന്നിട്ട് ഇരിക്കാൻ വയ്യാതെ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യം കാണുന്ന കടയിൽ നല്ലതാണെങ്കിലും അല്ലെങ്കിലും കഴിക്കുന്നു. ആൻഡ് ദെൻ വി ആർ ഗോയിങ് ടു വാച്ച് ദ മൂവീസ്. അപ്പോൾ സീ യു അറ്റ് ദ വെന്യൂ. നമ്മളിപ്പോൾ ഇടവഴി കടന്നു. ഇനിയും കുറച്ചുകൂടെ നടക്കാനുണ്ട്. ഇതുവരെ കടകളൊന്നും കണ്ടില്ല. അത്യാവശ്യം നല്ലപോലെ വിശക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഗോവയുടെ പ്രീമിയം സ്പോട്ടുകൾ തന്നെയാണ്. ബിക്കോസ് ഐ ക്യാൻ സീ സോ മെനി വില്ലാസ്, സ്മോൾ അപ്പാർട്ട്മെൻറ്റ്സ്, വെരി ക്വയറ്റ് ആൻഡ് പീസ്ഫുൾ. ഈ ഭക്ഷണം കഴിച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ, അല്ലെങ്കിൽ തീരെ എനർജി ഉണ്ടാവില്ല. ഏറ്റവും പീസ്ഫുൾ പാർട്ട് ഓഫ് ദിസ് ട്രിപ്പ് ഇസ് ദാറ്റ് ഐ എം ഹിയർ ഇൻ ഗോവ ഫോർ 4 days. ഐ എം ടെക്നിക്കലി 3 days, ബട്ട് 4 days ഇവിടെ ഉണ്ട് കംപ്ലീറ്റ്ലി. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് ടു റഷ് എനിത്തിങ്. നമുക്ക് റഷ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമ്മൾ എല്ലാ ഡേയും ചാർട്ടഡാണ്. നമ്മൾ ഇന്ന് പടം കാണുന്നു,
നാളെ കറങ്ങാൻ പോകുന്നു, ബീച്ച്, എല്ലാ പരിപാടികളും ഓരോ ദിവസം എല്ലാം സമാധാനമായിട്ട് തീർത്തിട്ട് 4-ാം ദിവസം നമുക്ക് നാട് പിടിക്കാം. കണ്ടില്ലേ, ഒരു ഇടുങ്ങിയ ഇടവഴിയാണ്, ബട്ട് വെരി പ്രിറ്റി. ലൈക്ക് നാട്ടിലേക്ക് വഴികൾ പോലെ ഇരിക്കുന്നു. മേ ബി ഒരു 20 years ഓഫ് കരിയറൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നങ്ങ് സെറ്റിലാവാം. ലൈക്ക് ഇഫ് ഐ ഹാവ് എ ഹ്യൂജ് സം ഓഫ് മണി, ഇവിടെ പ്രോപ്പർട്ടിയൊക്കെ വാങ്ങിയാൽ ഇറ്റ് വുഡ് ബി റിയലി നൈസ്. പക്ഷേ ഈ നടവഴിയൊക്കെ കാണുമ്പോൾ പണ്ട് നാട്ടിൽ അമ്പലത്തിലേക്ക് പോകുന്നൊരു വഴിയുണ്ട്, ഏതാണ്ട് ഇതുപോലെ മറ്റേ വെട്ടുകല്ലും കൊണ്ടൊക്കെ കെട്ടിയ ഗിഫ്റ്റ് വിൻറ്റേജ് വ്യൂ. വെട്ടുകല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണുകൊണ്ട് കെട്ടിയുണ്ടാകുന്ന നാട്ടിലൊക്കെ പഴയ കൺസ്ട്രക്ഷൻസിനൊക്കെ കഴിഞ്ഞു. നമ്മൾ റോഡിലേക്ക് എത്തി, ഇവിടുന്ന് റോഡ് കാണാൻ വേണ്ടിയില്ലേ. എന്തായാലും അവിടെ ഒരു കട ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലൊരു ദോശയും വടയൊക്കെയാണ്, പക്ഷെ എന്ത് കിട്ടിയാലും കഴിക്കും. അവിടെ സൈഡിലൊരു ചർച്ച് കാണുന്നുണ്ട്. ചെറിയൊരു അമ്പലമുണ്ട്. വലിയൊരു ആലിനെ ചുറ്റി അമ്പലം കെട്ടിയിട്ടുണ്ട്. നമ്മൾ മെയിൻ റോഡിലേക്ക്, നല്ല തിരക്കുള്ള റോഡാണ്. 10 മണിയാവും. അതൊരു മറൈൻ വർക്ക്ഷോപ്പ് നാവിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാണുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിക്കാം ഫുഡ് എവിടെ കിട്ടാം. നമ്മൾ പനാജിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ, ഇത് നമ്മൾ കണ്ടുപിടിച്ചൊരു ഹാക്കാണ്. അതായത് നമ്മുടെ ആക്ച്വൽ ലൊക്കേഷൻ, നമ്മുടെ എയർബിഎൻബിയിൽ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ മൊത്തം 4.5 കിലോമീറ്ററാണ്. പക്ഷെ എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ഒരു 3/4 കിലോമീറ്റർ ഇറങ്ങി നടന്നാൽ, കുറച്ച് കാട്ടുവഴിയിലൂടെ ഒക്കെ ഇറങ്ങി നടന്നാൽ നമ്മൾ ഫെറിയിലെത്തും. ഫെറി ഫ്രീ ആണ്. ഫെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനാജിയുടെ ഇങ്ങേയറ്റത്ത് നിന്ന് അങ്ങേയറ്റത്തോട്ടുള്ള ഒരു ഫെറി സർവീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അത് കാര്യമായി. നമ്മൾ പിന്നെ അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് എത്തും. അപ്പോൾ അത് വലിയൊരു സൗകര്യമായി. നമുക്ക് ക്യാബ് എടുക്കണ്ട, ക്യാബ് വെരി എക്സ്പെൻസീവ്. സോ വിൽ വാക്ക് ഡൗൺ. ഫെറി ഈസ് ഫ്രീ. നമ്മളൊന്ന് ഈ കാണുന്നത് കണ്ടില്ലേ, എന്ത് ബ്യൂട്ടിഫുള്ളാണ് നോക്കിയേ. അപ്പോൾ നമുക്ക് ഫെറി ബോർഡ് ചെയ്യാം. പറഞ്ഞില്ലേ, ഇതാ നല്ലൊരു സർവീസാണെന്ന് തോന്നുന്നു. അത്യാവശ്യം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, കാണില്ല, തിരക്കുണ്ട്. ഇവിടെ കൂടെ വന്നിട്ട് ഇനി കയറിയെന്ന് തോന്നുന്നു. ഒരു PNG പനാജിയാണെന്ന് ഇത് തോന്നുന്നു. മറ്റേ എന്താണെന്നറിയില്ല. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കയറാൻ ഇത്തിരി പേടിയുണ്ട്. കൊച്ചി ഫെറി കയറിയിട്ടുണ്ട്, ആദ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ കാസിനോ ഷിപ്സുകളൊക്കെ കാണാം കേട്ടോ വെള്ളത്തിൽ. രാത്രി ഇതേ ലൈറ്റ് അപ്പ് സോ വെൽ. നമുക്ക് വെരി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. നമുക്ക് ഒരിക്കൽ എന്തായാലും കയറാം. പിന്നെ അവിടെ ഒന്നും വീഡിയോസ് ഒന്നും അലൗഡ് അല്ല ഇൻസൈഡൊക്കെ, unless we are in partnership for the promotion. അല്ല, ഒരു 5 മിനിറ്റ് നിർത്തിയതേ ഉള്ളൂ. എന്തോരം തിരക്കാൻ നോക്കി അക്കരയ്ക്ക് പോകുന്ന ആൾക്കാർ. ചിലപ്പോൾ ഓഫീസ് ടൈമൊക്കെ ആയിട്ടായിരിക്കും, കണ്ടില്ലേ, പലരെയും ബാഗൊക്കെ ആയിട്ട് കാണാം. അവിടെയാണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് ഉണ്ട്. 2-3-4 പേരുണ്ടെന്ന് തോന്നുന്നു. ബിൽട്ടൊക്കെ കണ്ടിട്ട് സേഫാണ്, ആൾക്കാർ എന്നും യൂസ് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. ആൻഡ് വെരി ഓർഗനൈസ്ഡ്. ലുക്ക് അറ്റ് ദം, അലൈൻ ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട്. I think it's frequent all day through, up and down ഉണ്ട്, സർവീസ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും ഭാഗ്യമായി.
അപ്പോൾ മനസ്സിലായില്ല, നമ്മൾ ബെറ്റിൽ നിന്ന് അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ ആ സൈഡിലാണ് നമ്മുടെ അക്കോമഡേഷൻ. ഈ കാണുന്നതിൻ്റെ പുറകിലാണ്, ആ കാടിൻ്റെ പുറകിലാണ് നമ്മുടെ അക്കോമഡേഷൻ. നമ്മളിനി നേരെ ചെന്നിറങ്ങുന്നത് പഞ്ചിം മെയിൻ സെൻറ്ററിലാണ്. അവിടെ നിന്ന് ഇത്തിരി നടക്കാനേ ഉള്ളൂ. എല്ലാം സീ ഫേസിങ്, ലൈക്ക് ബാൻഡ്രയൊക്കെ പോലെ, ബാൻഡ്ര ജൂഹു ഒക്കെ പോലെ നമുക്ക് ആ സീ സൈഡിൽ കൂടെ നടന്നു പോകാം. ആൻഡ് ദർ സം റിയലി നൈസ് റെസ്റ്റോറൻറ്റ്, സം ലിസ്ബൺ ആർട്ട് കഫേ ആൻഡ് ഓൾ ദെയർ. പിന്നെ എനിക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത്, എനിക്കൊരു പോർച്ചുഗീസ് കൾച്ചർ ആൻഡ് ഹിസ്റ്ററിയുടെ ഒരു മ്യൂസിയം ഉണ്ട്, ആർട്ട് ഗാലറി ഉണ്ട്. അവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ളത്. ബിക്കോസ് എനിക്ക് ആ ഒരു കൊളോണിയൽ ഹിസ്റ്ററിയും അവരുടെ റെമനൻസും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഗോവ, പോണ്ടിച്ചേരി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരൊക്കെ ദേ ഹാവ് ലെഫ്റ്റ് ബിഹൈൻഡ് സം കൾച്ചർ. ഓൾസോ കൊച്ചിയിൽ നമ്മുടെ മട്ടാഞ്ചേരിയൊക്കെ പോലെ. സോ ദാറ്റ്സ് വൺ വെരി എക്സൈറ്റിംഗ് പാർട്ട് ഓഫ് ഗോവ. അതും കവർ ചെയ്യണം, ഫിലിം ഫെസ്റ്റിവലും കവർ ചെയ്യണം. ദാറ്റ്സ് ഫസ്റ്റ് 2 things in my head.